ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന പാൽനുര പാൽക്കുഴമ്പ് എന്നിവ ഉള്ളം കയ്യിലിട്ട് ചലച്ചുണ്ടാക്കിയ ഈ മരുന്ന് നിങ്ങളെ ചൂട്ടുവരെ കൊണ്ട് തോണ്ടിയെടുത്ത് അണ്ണാക്കിട്ട് ഒരു 3 കറക്ക് ടപ്ലിയു 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 എന്ന് സ്വരം കേട്ടാൽ സംശയിക്കേണ്ട സുഹൃത്തെ നിങ്ങളുടെ രോഗം നിശ്ചയിച്ചാൽ മാറി. നോക്കണം സാർ, ഇതുപോലെ എന്റെ കയ്യിലിരിക്കുന്ന കട്ടുമ്പനെ ആനയാക്കാം, ആനെ പൂനയാക്കാം, പൂനെ ചേനയാക്കാം. ഇത് മായമല്ല, ജാലമല്ല, മരുന്നിന്റെ മാറ്റൊരു ശക്തി മാത്രമാണ്. ആലപ്പിയടി മാലി കൊണ്ടോട്ടി കൊല്ലേണ്ട വിദേശരാജ്ഞ ചുറ്റിത്തട്ടി ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ പറയുമ്പോ കളിയാണ് പൊളിയാണ് ചതിയാന്ന് അറിയില്ല സുഹൃത്തേക്കില്ല. പാറയിൽ വിളിയാ തെറിക്കുക, വെള്ളത്തിൽ വിളിയാ നുരവങ്ങുക, ചില മൂത്രം. നീ നാവാട്, ഞാൻ മൂത്രം ഒഴിച്ചിട്ട് ഇപ്പൊ വരാം. നോക്കണം സാർ, ഇതിൽ മായമില്ല, മന്ത്രമില്ല, ജാലമില്ല. എനിക്കിനി ഒന്നും നോക്കാനില്ല. നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും. നീ കൊണ്ടുവന്ന ഡോക്ടർ എന്റെ ജീവിതം തൊലച്ചടാ, അറിയാവോ? എന്നെ ഒന്നും ചെയ്യരുത്. അവനൊരു വ്യാജ ഡോക്ടറാണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ത്? അറിഞ്ഞപ്പോ അവനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, അറിയാത്ത പണി ചെയ്ത് മനുഷ്യനെ കൊല്ലരുതെന്ന്. കേട്ടില്ല. എന്താ ഉണ്ടായത്? ആ വ്യാജനെ പോലീസ് പിടിച്ചോ? വ്യാജൻ? അത് ശരി. ഇന്നത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞോ ഡോക്ടർ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? ഇവിടെ അസൗകര്യങ്ങൾ വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. ഡോക്ടർ എന്താ ഒന്നും മിണ്ടാത്തത്? മനസ്സിലായി മനസ്സിലായി. നന്ദിനിയും ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ തടസ്സമാകുമോ എന്നുള്ള സംശയം അല്ലേ? ഇനി ആ സംശയം വേണ്ട. നന്ദിനിയെ ഡോക്ടർ തന്നെ വിവാഹം കഴിക്കണം. പിന്നീടാ ഞാൻ ആലോചിച്ചത്, ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. ലണ്ടനിൽ പഠിച്ച വനിതാ ഡോക്ടറും മണിപ്പാലിൽ പഠിച്ച പുരുഷ ഡോക്ടറും. നിങ്ങൾ തമ്മിൽ ഭയങ്കര ചേർച്ചയാണ്. ഈ കല്യാണം നമുക്ക് എവിടെ വെച്ച് നടത്താൻ? ക്ഷേത്രം മതിയോ അതോ കല്യാണ മണ്ഡപം വേണോ? കല്യാണത്തിന്റെ അന്ന് ഈ നാടൊന്ന് ഇളകി മറിയണം. അത് ഞാൻ ഇളക്കി തരാം. ഡോക്ടർ വിഷമിക്കേണ്ടി വരില്ല. പിന്നെ ചില അവകാശങ്ങളൊക്കെ ഞാൻ എടുക്കും. ഉദാഹരണത്തിന് കല്യാണത്തിന്റെ അന്ന് ഡോക്ടറെ കൊടുക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ഞാൻ വാങ്ങും. ഡോക്ടർ എന്ത് പറയുന്നു? അത് എതിര് പറയരുത്, എനിക്ക് സങ്കടം വരും. ഒരു ഫോട്ടോ ഉണ്ടോ കയ്യില്? ഫോട്ടോ ഡോക്ടറുടെ പത്രത്തിൽ കൊടുക്കാനാ. ഡോക്ടറുടെയും നന്ദിനിയുടെയും ഒരു അടിക്കുറിപ്പ് ഉണ്ടാവും. ഡോക്ടർ രാജഗോപാൽ, ഡോക്ടർ നന്ദിനി. ഇവർ ചിലപ്പോൾ അടുത്ത ആഴ്ച വിവാഹിതരായേക്കും. അങ്ങനെ കൊടുക്കാൻ എന്താ? വിവാഹിതരായേക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വിവാഹം കഴിഞ്ഞിട്ട് വിവാഹിതരായി എന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ. അതിൽ പുതുമയില്ല. വിവാഹിതരായേക്കും എന്ന് പത്രത്തിൽ കൊടുക്കുന്നതാണ് പുതുമ. ഫോട്ടോതാ 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 ഫോട്ടോ ഒന്നും ഇല്ല. ഫോട്ടോതാ. എന്തായി സാവിത്രി? എന്ത്? നന്ദിനോട് നീ സംസാരിച്ചില്ലേ? സംസാരിച്ചല്ലോ. എന്നിട്ട് അവക്ക് ഏതോ ലൈബ്രറിയിൽ പോണോത്രേ. പിന്നെ ഏതോ ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ കാസറ്റ് കൊടുക്കണമെന്ന്. കാസറ്റോ? അതല്ല ഞാൻ ചോദിച്ചത്. ഡോക്ടറുമായിട്ടുള്ള കല്യാണക്കാര്യത്തെ പറ്റി സംസാരിച്ചില്ലേന്ന്. ഇല്ല. സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? പൂവ്. പക്ഷെ സംസാരിക്കണമെന്ന് എനിക്കൂടെ തോന്നണ്ടേ? ഒരു പാവം ചെറുക്കന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ട് പറഞ്ഞ പോലെ അവനെ ഇവിടെ കാണുന്നില്ലല്ലോ. എന്തിനാ കാണുന്നത്? ഈ വീടിന്റെ അവകാശം കൂടി നിങ്ങൾ എഴുതി വാങ്ങിയില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ മുൻകൈ എടുത്തിട്ടാണ് നന്ദിനിയെ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതെങ്ങാനും അവനോട് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ, ഈ മാധവൻ തമ്പിയുടെ തലസുരമം നീ കണ്ടിട്ടില്ല? ഓ, ഞാൻ ഒരുപാട് കണ്ടതാ. ആ കണ്ടതുപോലെ നീ കാണാൻ പോകുന്നത്. എന്ത് കുന്തമായാലും നന്ദിനി അത്ര പെട്ടെന്ന് ഒരു കല്യാണത്തിന് തയ്യാറാവുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ കാര്യം ഞാൻ നോക്കിക്കോളാം. കല്യാണത്തിന് അങ്ങനെ അവിടെ സമ്മതിച്ചില്ലെങ്കിലുണ്ടല്ലോ അവിടെ കയ്യും കാലും ഞാൻ ചവിട്ടി പിടിക്കും. ആരുടെ കയ്യും കാലാണ് അമ്മാവ? ആര്? മഹാദേവനോ? നീ എവിടെ ആയിരുന്നടാ? അതെ, നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നന്ദിനിയുടെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കുന്നു പറയായിരുന്നു. അതൊന്നും വേണ്ടിവരില്ല അമ്മാവ. അല്ലാതെ തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും. ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം ചോദിക്കട്ടെ മോനെ മഹാദേവ, എന്താ നീ ഉദ്ദേശിച്ചത്? കടിഞ്ഞാൺ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഏത് കടിഞ്ഞാൻ? നീ കുതിരയെ മേടിച്ചു? ഒരു എലിയെ പിടിച്ചാൽ പൂച്ച അതിനെ പെട്ടെന്ന് അങ്ങനെ തിന്നു കളയില്ല. കുറേ നേരം ഇങ്ങനെ തട്ടി തട്ടി കളിക്കും. അതൊരു രസാ. ഏത് പൂച്ച? ഏത് എലി? പൂച്ച ഞാനാ. എലി എലി അത് പിന്നെ പറയാം. ഇപ്പൊ പറ മോനെ. വേണ്ട, കാര്യം അറിയുമ്പോ അമ്മാവൻ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നില്ലെങ്കിൽ നോക്കിക്കോ. ഒന്ന് പറ മോനെ. പിന്നെ പറയാം. നന്ദിനിയെ അവൾ ഇഷ്ടപ്പെടുന്ന മിടുക്കനായ ഡോക്ടർ തന്നെ കെട്ടട്ടെ. എവിടം വരെയായി അമ്മാവ കാര്യങ്ങൾ? ഇന്ന് കാലത്ത് അവള് പറയാ അവ ഉടനെ ഡോക്ടറെ കല്യാണം കഴിക്കണമെന്ന്.
സ്ത്രീധനത്തുക നാളെ തന്നെ ഡോക്ടർക്ക് കൊടുക്കണമെന്നും അവന്റെ വീട്ടിൽ അറ്റകുറ്റപ്പണി ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ കുഞ്ഞ്. ഡോക്ടർ അറ്റകുറ്റപ്പണിയൊക്കെ തുടങ്ങിയോ? അതെന്നെ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നേ എന്റെ വിധിയാണ്. രക്ഷപ്പെടാനുള്ള അവസാന സന്ദർഭവും നഷ്ടമായി. 2 ദിവസത്തിന് നല്ലൊരു തുക കൈ വന്നേനെ, എല്ലാം തൊലഞ്ഞു. ഈ മഹാദേവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിന്നെ നേരി കണ്ടിട്ടും ഒരു വ്യാജനാണെന്ന ഭാവം പോലും നടിക്കാത്ത എന്ത്? ഏതോ വാഹനം വന്നിട്ടുണ്ട്. ഏയ്, നിന്റെ ഉള്ളിലുള്ള ഭയം കൊണ്ട് തോന്നിയതാ. അമ്മോ, പോലീസ്! എങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട് വ്യാജ ഡോക്ടർ? ഒളിച്ചോടാനുള്ള പദ്ധതിയാണല്ലേ? വ്യാജ ഡോക്ടറുടെ കൂടെ വ്യാജ ദല്ലാളും ഉണ്ടല്ലോ, അതും സൗകര്യമായി. ഇവനെ തെരഞ്ഞ് നമ്മൾ ഇനിയും കറങ്ങാതെ കഴിഞ്ഞല്ലോ. രണ്ടുപേരും പോന്നോളൂ. എന്റെ മോള് ഭാഗ്യവതിയാ. താലി കെട്ടി പോരുന്നെങ്കിൽ ഇപ്പൊ വേറെ താലി അന്വേഷിക്കേണ്ടി വന്നേനെ. ചിലര് പറയുന്നത് ഇവൻ വീരപ്പന്റെ സംഘത്തിൽപ്പെട്ടവനാണെന്നാണ്. എന്തായാലും സത്യമംഗലം കാട്ടിലേക്കും പോലീസ് പോയിട്ടുണ്ട്. വീരപ്പന്റെ കൈകൊണ്ട് ചാവാനായിരിക്കും. എന്തൊരു ബഹളായിരുന്നു ഇവിടെ. മിടുക്കൻ, സുന്ദരൻ, പണം കായ്ക്കുന്ന മരം. എനിക്ക് അബദ്ധം പറ്റിപ്പോ എന്റെ സാവിത്രി. ഈ തെണ്ടി കാരണം പുറത്തിറങ്ങി നടക്കാൻ വയ്യാണ്ടായിരിക്കുന്നു. ഇന്നും വല്ലവരും തല്ലിയോ? ഏയ്, ഇന്ന് ഞാൻ കാറിന് പുറത്തിറങ്ങിട്ടേ ഇല്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങും നിർത്താതെ നേരെ ഇങ്ങോട്ട് പോന്നു. ആ, അത് ബുദ്ധിയായി. മോളെ, മോള് വിഷമിക്കേണ്ട. ഈ അച്ഛനുണ്ടല്ലോ, ഒന്നിനും കൊള്ളാത്തനായിട്ട് മോള് കരുതണ്ട. കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. നല്ല സുന്ദരനും സുമുഖനുമായ മറ്റൊരു പയ്യനെ അച്ഛൻ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. അച്ഛൻ എന്നെ പറ്റിയുള്ള ധാരണ എന്താ? വിഷമിക്കണ്ട അത്രേ. എനിക്ക് വിഷമം ഉണ്ടെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞോ? എനിക്ക് പറ്റിയൊരു അബദ്ധം. അയ്യോ, അബദ്ധം പറ്റിയോ മോളെ? ഒന്ന് മിണ്ടാതിരിക്കച്ചാ. ഒരേ തൊഴിൽ ചെയ്യുന്നവർ തമ്മിലുള്ള സൗഹൃദം, അത് മാത്രമാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. അല്ലാതെ ഞാൻ അയാളെ സ്നേഹിക്കുകയോ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അത് വളരെ നന്നായി. എങ്കിൽ ഈ പുതിയ ഇറക്കണ നീ സ്നേഹിച്ചു തുടങ്ങിക്കോ. ആരാണെന്ന് അറിയോ? നമ്മുടെ ഹരികൃഷ്ണൻ, പൊതുമരാമത്തിന്റെ മകൻ. അവന് ഇവിടെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി. കേരളത്തിലെ ഒരു മന്ത്രി എന്നൊക്കെ പറഞ്ഞ ആരാ? എന്തോ ഒരു വരുമാനം. കോടീശ്വരനല്ലേ, കോടീശ്വരൻ. അച്ഛന് സുഖമായി ജീവിക്കാൻ ഇനി എന്തുമാത്രം പണം വേണ്ടി വരും? ഓ, എനിക്ക് എന്തിനാ മോളെ പണം? എല്ലാം നിനക്ക് വേണ്ടിയല്ലേ. നിനക്കറിയോ, മഹാദേവന്റെ സ്വത്ത് മുഴുവൻ ഞാൻ നിന്റെ വർക്കിൽ എഴുതി വാങ്ങിയത്. ആണോ? സംശയമുണ്ടോ? ഓ, ദേ നോക്ക്, എനിക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ ഇത് എന്റെ പേർക്കല്ലേ ഞാൻ എഴുതി വാങ്ങിക്കൂ. ദേവേട്ടൻ ഇതൊക്കെ എന്റെ പേർക്ക് എഴുതി വെക്കാൻ കാരണം? അവൻ എങ്ങനെ തോന്നി എഴുതി. അല്ലല്ലോ, അവൻ എന്തിനാ മോളെ സ്വത്ത്? ഒറ്റ തടിയല്ലേ. ശരിയാ, ഞാൻ ഒറ്റത്തടിയാ. നിങ്ങളൊക്കെ ഇരട്ടത്തടി. നന്ദിനി ഇരട്ടത്തടി, അമ്മായി ഇരട്ടത്തടി, അമ്മാവനും ഇരട്ടത്തടി. മഹാദേവൻ ഒന്ന് പോയെ, ഞങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്തോണ്ടിരിക്കുക. അതെ, ദേവേട്ടൻ ഒപ്പിട്ട പ്രമാണമാണ് ചർച്ചാ വിഷയം. ഓഹോ. കുഴപ്പമില്ല അച്ഛാ, ഈ വിഷയം ഇപ്പൊ തന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. എന്താ നന്ദിനി നീ കാണിച്ചത്? കൈ കിട്ടിയത് മുഴുവൻ കളഞ്ഞില്ലേ? ഇനിയിപ്പോ ആശുപത്രിയും വീടും മറ്റു സ്വത്തുക്കളും എല്ലാം പിന്നെ എന്റെ തലയിലായില്ലേ? നിന്റെ അഹങ്കാരം അവസാനിപ്പിക്കും. സാരമില്ല അമ്മാവ, അമ്മാവനുടൻ വേറൊരു പ്രമാണം റെഡിയാക്കിക്കോ. സ്വത്ത് ഞാൻ അമ്മാവന്റെ പേർക്ക് എഴുതാം. ഓ, എനിക്ക് എന്തിനാ മോനെ സ്വത്ത്? അമ്മായിയുടെ പേർക്ക് എഴുതിക്കോ. എന്നിട്ട് അമ്മായിയെ എനിക്ക് കെട്ടിച്ചു തരാനായിരിക്കും. അങ്ങനെ പറഞ്ഞാണല്ലോ സ്വത്ത് നന്ദിനിയുടെ പേർക്ക് എഴുതിയത്. അമ്മാവന് സിനിമയിൽ അഭിനയിച്ചൂടെ? ഇത്രയും കഴിവുകളുള്ള ഒരു നടൻ ഇന്ന് ഇന്ത്യയിലില്ല. ഭരത് അവാർഡ് കിട്ടും. കള്ളൻ, കോട്ട് കള്ളൻ. മഹാദേവ, മിണ്ടിപ്പോകരുത്. നന്ദിനിയുടെ സ്നേഹത്തിന് വില പറയാൻ ഇയാൾക്കെന്താ അധികാരം? നന്ദിനി എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിലേ ഞാൻ അവളെ കല്യാണം കഴിക്കൂ. അതിന്റെ ഇടയിൽ കയറി വന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലുണ്ടല്ലോ, താൻ റോട്ട് കിടക്കും.